നമുക്ക് സബൈൻ ഡോക്ടറിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ചാനലിന് വേണ്ടി. അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടാണ് ചോദിക്കുന്നത്. പ്രോബ്ലംസ് അല്ല നേരിട്ട് ചോദിക്കുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. തുടങ്ങട്ടെ. ഫസ്റ്റ് തിങ് ഡോക്ടറിനോട് പറയാനുള്ളത്, ഡോക്ടറിൻ്റെ കൂട്ട് തന്നെ വളരെ നല്ല ഹോസ്പിറ്റൽ സ്റ്റാഫാണ്, ഭയങ്കര നല്ല സർവീസാണ്. അപ്പോൾ അതിന് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ്. ഇത് പല ആൾക്കാരും പറയുന്നുണ്ട്. ഒരു സ്ഥാപനമാകുമ്പോൾ കുറേ സ്റ്റാഫ് കാണും, എല്ലാവരും നല്ലപോലെ ആയിരിക്കത്തില്ല, കുറേ കംപ്ലയിൻസും ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷേ എന്നാലും പല പേഷ്യൻസും അവരുടെ ബന്ധുക്കളും നമ്മുടെ സ്റ്റാഫിനെ പറ്റി വളരെ നല്ല അഭിപ്രായം പറയാറുണ്ട്. അവർക്ക് ട്രെയിനിങ് ആയിട്ട് അങ്ങനെ കൊടുക്കുന്നില്ല, പിന്നെ ഇയർലി 1-2 പ്രാവശ്യം നമ്മളൊരു മീറ്റിംഗ് പോലെയൊക്കെ എടുക്കും. പിന്നെ ചില സമയത്ത് നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ട്രെയിനിങ് 1-2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെയിലി ആക്ച്വലി നമ്മുടെ ഇവിടെ ഡോക്ടർമാരും ഒക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് പേഷ്യൻസൊക്കെ. അത് കണ്ട് അവർ വളരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. ബേസിക്കലി ഡോക്ടേഴ്സ് എല്ലാം നല്ല രീതിയിലാണ്. പിന്നെ സബൈൻ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ നല്ല തിരക്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അപ്പം പലരും ചോദിക്കുന്നുണ്ട്, തിരക്ക് ബൈപ്പാസ് ചെയ്യാൻ VIP എന്തെങ്കിലും കൺസൾട്ടേഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊക്കെ. ഇല്ല, അങ്ങനെ തിരക്ക് ബൈപ്പാസ് ചെയ്യാനായിട്ട് VIP കൺസൾട്ടേഷൻസ് അങ്ങനെ ഇല്ല. പല പേഷ്യൻസും വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ സ്പെഷ്യൽ ടിക്കറ്റ് കൊടുക്കാമോ എന്നൊക്കെ. പക്ഷെ നമ്മുടെ ബേസിക് നമ്മുടെ ഒരു വ്യൂവിന് എഗൻസ്റ്റ് അടയ്ക്കും. പലരും ഇങ്ങനെ സ്പെഷ്യൽ ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിലെയും നമ്മുടെ സ്റ്റാഫിൻ്റെ എല്ലാം ബേസിക് ഇൻറ്റൻഷനും നമ്മുടെ പ്രിൻസിപ്പിളും അതിൽ തെറ്റിപ്പോകും. അപ്പം നമ്മളിവിടെ കൂടുതലും കുറച്ചുകൂടെ ഡൗൺ ടൗൺ ആയിട്ടുള്ള ആൾക്കാരും കുറച്ച് ഫെയിൽഡ് കേസസും മറ്റുള്ള സ്ഥലങ്ങളിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ബേസിക്കലി നമുക്ക് ഒരു കോൺസെപ്റ്റ് വെച്ചാൽ ഒരുപാട് പൈസ ഉള്ളവർക്ക് സമയമില്ല. ഒരുപാട് സമയമുള്ളവർക്ക് പൈസ ഇല്ലാത്തവർ സമയം സ്പെൻഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കൂടുതൽ സമയമെടുത്ത് അവർക്കൂടെ ഒരു സർവീസ് കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ടിക്കറ്റ് നമ്മൾ എടുക്കാത്തത്. സാധാരണ ഒരു ടിക്കറ്റേ ഉള്ളൂ, 100 രൂപയുടെ കൺസൾട്ടേഷൻ ഇപ്പോഴും ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അതുണ്ടെങ്കിൽ എനിക്ക് 2 ആഴ്ച കാണാം. എല്ലായിടത്തും 100 രൂപ കൺസൾട്ടേഷൻ ഫീ വെച്ചിട്ടുള്ളൂ. നമ്മൾക്ക് അങ്ങനെ വെച്ചിരിക്കുന്നത്. മറ്റൊരു പാവങ്ങൾക്കും കുറച്ച് ഡൗൺ ആൾക്കാരും ബാക്കിയുള്ളവർക്കും ഒരുപോലെ കാണാനുള്ളൊരു സംവിധാനം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് കാറ്റഗറൈസ് എന്ന് വെച്ചാൽ ജനറൽ വാർഡിലൊക്കെ ചാർജസ് ഭയങ്കര കുറവാണ്. എയർ കണ്ടീഷൻ റൂംസ് ഉണ്ട്, അത് ചാർജസ് ഒരു നല്ല ചാർജസ്, അതായത് മറ്റു ഹോസ്പിറ്റൽസിൻ്റെ അടുത്തൊക്കെ തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് പേഷ്യൻസിന് തന്നെ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം എവിടെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ആ ചികിത്സയുടെ ചിലവ് അതനുസരിച്ചിരിക്കും. ജനറൽ വാർഡിലാണെങ്കിൽ വളരെ കുറവാണ്. മറ്റൊരുതാണെങ്കിൽ അവരുടെ സർവീസസ് എങ്ങനെയായിരിക്കും, ട്രീറ്റ്മെൻറ്റൊക്കെ സെയിം ആയിരിക്കും. തിയേറ്ററും ചെയ്യുന്ന ഡോക്ടർമാരും ചെയ്യും, ബാക്കി എല്ലാം സെയിം ആയിരിക്കും, സെയിം ആയിരിക്കും. അവർക്ക് കിട്ടുന്ന സർവീസ് കുറച്ചുകൂടെ അപ്പോൾ റൂമിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഫാസ്റ്റ് സർവീസ് കൊടുക്കും. അവർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ ട്രീറ്റ്മെൻറ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് പാവപ്പെട്ടവർക്ക് വളരെ ദരിദ്രരായിട്ടുള്ളവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പാക്കേജസ് ഓഫർ ചെയ്യുന്നുണ്ടോ സബൈൻ ഹോസ്പിറ്റൽ? ഉണ്ടല്ലോ, നമുക്കിവിടെ അതിഥി വെൽഫെയർ സൊസൈറ്റി അത് നമ്മൾ തന്നെ ഫോം ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ സ്റ്റാഫും കുറച്ച് നാട്ടുകാരും കൂടി ഫോം ചെയ്തിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അതിൽ ഇവിടെ നമ്മുടെ CSR ഫണ്ടും അതിൽ കുറച്ച് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നാട്ടുകാരെ സംഭാവന ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് പേഷ്യൻസ് കുട്ടികളായിട്ട് പോകുന്നവർ ചില നല്ല എമൗണ്ട് തരാറുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള IVF-ഉം ബാക്കി ചികിത്സകളും നമ്മൾ ചെയ്യാറുണ്ട്. സ്ക്രീൻ ചെയ്യുന്നത് ഇവിടെ വന്ന് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, പറ്റാത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടും. പിന്നെ നമ്മളൊരുപാട് പബ്ലിസിറ്റി കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരും, നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ പാടായിരിക്കും. അത് ഈ വെൽഫെയർ സൊസൈറ്റിയോട്ട് അവർക്ക് ഫ്രീ ആയിട്ട് IVF ഒക്കെ ചെയ്യുന്നു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ വരുന്ന പേഷ്യൻസിന് ഇവിടെ ദൂരെ നിന്നൊക്കെ പേഷ്യൻസ് ഇവിടെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഒരുമിച്ച് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരേണ്ട ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഓൺലൈൻ ഫാർമസി തുടങ്ങുന്നത് തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ അതിന് കുറച്ച് ഓൺലൈൻ ഫാർമസി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ക്ലിയർ ആയിട്ട് വരാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മദർ ആൻഡ് ബേബി കെയർ പ്രോഡക്ട്സ് ഒക്കെ വളരെ വില കുറച്ചുകൂടെ കിട്ടും. ഇതിന് പാമ്പേഴ്സും എല്ലാ പ്രോഡക്ട്സും അതേ വിലയ്ക്ക് ഇവിടെ വരുന്ന കുട്ടികൾ ഡെലിവറി പോകുമ്പോൾ അവർക്ക് കുറേ ആൾ വേണമല്ലോ പാമ്പേഴ്സ്, അത് കിട്ടാൻ വേണ്ടി ഈ ഒരു ആപ്പും ഒരു പ്ലാറ്റ്ഫോമും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ആർക്ക് വേണം കയറി കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ഇപ്പം മെഡിസിൻസ് ആണെങ്കിൽ വേറൊരു ഓൾട്ടർനേറ്റീവ് ചാനലുണ്ട്, ഒരു മെഡ്മാർട്ട് എന്നൊരു മെഡ് ഇന്ത്യ, അതിൻ്റെ താഴെ കാണുന്നത്.
വെറ്റ്മാർട്ട് ഇന്ത്യയിൽ ഒരു ടീം തന്നെ ഉണ്ട്. അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഫയൽ നോക്കി ആവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ ഇവിടെ കിട്ടുന്ന വിലയ്ക്ക് തന്നെ ഒരു എക്സ്ട്രാ ചാർജൊന്നും എടുക്കാതെ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഇന്ത്യയിൽ എവിടെ വേണം എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് അതിൽ സർവീസ് കിട്ടുന്നുണ്ട്. അത് മിക്കവാറും പിറ്റേന്ന് കിട്ടും. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പിറ്റുന്ന ഏറ്റവും മാക്സിമം കിട്ടുന്നത്. അപ്പോൾ ഈ ചില ശീതീകരിച്ച മരുന്നുകൾക്ക് ആവശ്യമുള്ളത് തന്നെ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അയച്ചു കൊടുക്കാം. ആദ്യം തന്നെ ചെയ്യട്ടെ, ഇൻഫെർട്ടിലിറ്റി എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ഒരു ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ ഡോക്ടറിനെ കാണേണ്ട കാര്യം? നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു വർഷം അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ്, അതായത് നമ്മൾ ഗർഭനിരോധനങ്ങളുടെ മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഒരു വർഷം ട്രൈ ചെയ്തിട്ടും ശരിയായില്ലെങ്കിൽ അതാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. സ്ത്രീക്ക് 35 വയസ്സിന് ശേഷമാണെങ്കിൽ നമ്മൾ 6 മാസം ട്രൈ ചെയ്ത് തന്നെ ചികിത്സ തുടങ്ങാനായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും നമുക്ക് നേരത്തെ തന്നെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ നേരത്തെ ചികിത്സ ചെയ്യാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. കാരണം ചില ആൾക്കാർക്ക് പോളിസിസ്റ്റിക് ഓവറി, മെൻസസ് ഒക്കെ വളരെ തെറ്റി വരുന്ന ആൾക്കാരുണ്ടാവും. അവരാണെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ 2 മാസം തന്നെ വന്നില്ല കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ചികിത്സയ്ക്ക് അഡ്വൈസ് ചെയ്യും, ചികിത്സ കൊടുക്കുകയും ചെയ്യും. ചെറിയ ചികിത്സ അപ്പോൾ തന്നെ കൊടുക്കും. അതിനിപ്പോൾ നമ്മൾ ഒരു വർഷം വെയിറ്റ് ചെയ്യാറില്ല. ഒരു എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്, ജീവിതചര്യ കൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകും. പലരും പറയും ജീൻസ് ധരിക്കുന്നുണ്ട്, മൈറ്റ് ജോലി ചെയ്യുന്നുണ്ട്, വെയിലത്തൊക്കെ ജോലി ചെയ്താൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും, അങ്ങനത്തെ ഇഷ്യൂസ് അത്ര വലിയ സിഗ്നിഫിക്കൻ്റ് അല്ല. ജീൻസ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ജീൻസ് IT ജോലി ഇല്ല, അതൊക്കെ ആൾക്കാരൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ ഫുഡ്, ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് കൊണ്ടൊക്കെ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ബോർഡർ ലൈനായിട്ട് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാർക്ക് അതുപോലത്തെ ഫുഡ് ഒരുപാട് കഴിക്കണമെങ്കിൽ വെയിറ്റ് കൂടും. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കെമിക്കൽസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യും. ജങ്ക് ഫുഡ്, അജിനോമോട്ടോ അങ്ങനത്തെ സാധനം യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഫിറ്റിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ച് അവോയ്ഡ് ചെയ്യുന്നതല്ലായിരിക്കും. പിന്നെ എക്സസൈസ് ഇല്ലാത്ത അതുകൊണ്ട് അങ്ങനത്തെ പ്രത്യേകിച്ചും പോളിസിസ്റ്റിക് ഓവറി അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ വെയിറ്റ് കൂടുന്ന അസുഖങ്ങൾക്കൊക്കെ നമ്മൾ എക്സസൈസ് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം യൂസ്ഫുൾ ആണ്. വിചാരിക്കുന്ന വെയിറ്റ് റിഡക്ഷൻ വിചാരിക്കുന്നതിലപ്പുറം യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് എക്സസൈസും ഈ റുട്ടീൻ എക്സസൈസ് ഒക്കെ എടുക്കണം. അത് പ്രത്യേകിച്ചും നല്ലൊരു റീപ്രൊഡക്റ്റീവ് ലൈഫിന് എസെൻഷ്യലാണ്, അത്യാവശ്യമാണ്. പിന്നെ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകാറുണ്ടല്ലോ, ആർക്കാണ് കൂടുതൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്? യൂഷ്വലി നമ്മളൊരു നോക്കുകയാണെങ്കിൽ ഒരു 40 to 45% സ്ത്രീകൾക്കും ഒരു 30 to 35% പുരുഷന്മാർക്കും ബാക്കി 2 പേർക്കും അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ശകലം കൂടുതൽ സ്ത്രീകൾക്കാണ്, പുരുഷന്മാരുടെ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്തില്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ വരുമ്പോൾ തന്നെ സ്ത്രീകൾക്കാണ് കൂടുതലാണ് മരുന്ന് കൊടുക്കുന്നത്. അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൗണ്ട് കുറക്കാണെങ്കിൽ പോലും അതിനൊക്കെ പ്രഗ്നൻസി ആയി പോയാൽ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ കുറച്ച് ഒരു കൂടുതൽ സ്ത്രീകൾ കൂടുതൽ കാണുന്നത്. കാരണം ഇതൊരു മിത്ത് കൂടെ ബസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം പലർക്കും വീട്ടിൽ പറയുന്നുണ്ട് സ്ത്രീകളുടെ കുഴപ്പം കൊണ്ടായിരിക്കും ഇൻഫെർട്ടിലിറ്റി വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് എന്താണ് കോമൺ കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി വരുന്നത്? കോമൺ കോസസ് ഓവുലേഷൻ ഡിസ്ഫങ്ഷനാണ്. അണ്ടോൽപാദനത്തെ പ്രശ്നങ്ങളാണ് കോമൺ ആയിട്ട് വരുന്നത്. പല കാരണം ഉണ്ടാവാം. പോളിസിസ്റ്റിക് ഓവറിയാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. അതുപോലെ ഹോർമോൺ ഡിസ്ഫങ്ഷൻ, പ്രൊലാക്റ്റിൻ ലെവല്, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാം. രണ്ടാമത് വരുന്നത് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് ആണ് രണ്ടാമത് വരുന്ന കാരണം. ഇതൊക്കെ ട്രീറ്റബിൾ ആണോ? ഇതെല്ലാം ട്രീറ്റബിൾ ആണ്. നമുക്ക് പോളിസിസ്റ്റിക് ഓവറി മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യാം. അത് ശരിയായില്ലെങ്കിൽ മെഡിസിൻ ഇഞ്ചക്ഷൻ കൊടുക്കാം. അത് ശരിയായില്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് ഡ്രില്ല് ചെയ്യാം. അത് ശരിയായില്ലെങ്കിൽ IVF ചെയ്യും. ഇങ്ങനെ പല ട്രീറ്റ്മെന്റ് ഉണ്ട്. എല്ലാം ഇങ്ങനത്തെ കേസസിന് IVF-ന്റെ ആവശ്യമില്ല. ഇല്ലല്ലോ. IVF നമ്മൾ വളരെ കുറച്ച് ആവശ്യമുള്ളൂ. ശരിക്കും എനിക്ക് തോന്നുന്നു IVF കൂടുതലും കുറച്ച് ഓവർഡു ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും. പല സ്ഥലങ്ങളിലും പേഷ്യൻസ് ഒന്ന് ഡിമാൻഡ് ചെയ്യാറുണ്ട്. ചിലർ നമുക്ക് ഗൾഫിൽ പോകണം, അവിടെ അതുകൊണ്ട് പെട്ടെന്ന് IVF-ലോട്ടൊക്കെ പറയാറുണ്ട്. പുരുഷന്മാരിൽ കൂടുതലായിട്ട് കോമൺ കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി എന്തൊക്കെയാണ്? ഇപ്പോൾ പെൺകുട്ടികളിൽ കോമൺ കോസ് എന്ന് വെച്ചാൽ ഒളിഗോസ്പെർമിയ ഉണ്ട്, അസോസ്പെർമിയ ഉണ്ട്. ഒളിഗോസ്പെർമിയ എന്നാൽ നമുക്ക് കൗണ്ട് കുറവ്, ടെററ്റോസ്പെർമിയ കൗണ്ട് കുറവും അതിൻ്റെ ഷേപ്പിൻ്റെ വ്യത്യാസം, അതിൻ്റെ ചിലവ് ഡെഡ് സ്പേംസ് ആവുന്നുണ്ട്. അതൊക്കെ അസോസ്പെർമിയയ്ക്ക് 0 സ്പേംസ് ആണ്. അതൊരു സ്പെഷ്യൽ കാറ്റഗറി. ഒളിഗോസ്പെർമിയ യൂഷ്വലി നമ്മൾ ചിലപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് മരുന്നുകൾ കൊടുത്താൽ കുറച്ച് കൂടും. പിന്നെ ചിലർക്ക് ഈ ടെസ്റ്റിക്കുലർ വെയിൻസ് ഡൈലേറ്റ് ചെയ്ത് ടോർച്ചസ് ആയിരിക്കും. അതിന് പറയുന്ന വെരിക്കോസിലാണ്. അതൊരു കാരണമാണെങ്കിൽ അത് വെരിക്കോസിൻ്റെ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്, സർജറി, വെരിക്കോസിലെക്ടമി. അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാരണം. പിന്നെ എസോസ്പെർമിയ നമ്മൾ ഏത് ടൈപ്പാണെന്ന് നോക്കണം. ഒബ്സ്ട്രക്റ്റീവ് ആണെങ്കിൽ, അതായത് ആ സ്പേംസ് വരുന്ന കുഴലിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ മരുന്ന് കൊടുത്താൽ മാറത്തില്ല. പക്ഷെ അത് നമുക്ക് പീസ
പെർക്യൂട്ടഡ് സ്പേം ആസ്പിറേഷൻ. നമ്മൾ ചെറിയ നീഡിലിട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേംസ് കിട്ടും. ആ സ്പേം വെച്ച് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും IVF ചെയ്യാൻ. അത് നോൺ ഒബ്സ്ട്രക്റ്റീവ് ആണെങ്കിൽ നമുക്ക് മെഡിസിൻ കഴിച്ച് നോക്കിയാൽ പോലും നമുക്ക് ടെസ്റ്റസ് തന്നെ ഡയറക്റ്റ് എടുക്കാൻ പറ്റും. വളരെ ചെറിയ കൂടുതൽ ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് മൈക്രോ ടീസർ. അത് വെച്ച് നമുക്ക് എല്ലാം ഉണ്ട്. മൈക്രോ ടീസ, ടീസ, പീസ എല്ലാം ഇവിടെ തന്നെ ആൻഡ്രോളജിസ്റ്റ് ഉണ്ട്. ആൻഡ്രോളജി മാത്രം ചെയ്യുന്ന ഡോക്ടറുണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ മൈക്രോ ടീസ ഒക്കെ ഏറ്റവും കൂടുതൽ ചെയ്ത ആളാണ്. ഏറ്റവും കൂടുതൽ ചെയ്ത ഒരാളാണ് മൈക്രോ ടീസ ഒക്കെ. അതൊരു ക്രോമസോമൽ ഡിസ്ഫങ്ഷനാണ്. അതിനകത്ത് ടെസ്റ്റിസിന്റെ സൈസ് വളരെ കുറവായിരിക്കും, എസോസ്പെർമി ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂഷ്വലി നമുക്ക് സ്പെംസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ ക്ലൈൻഫെൽ സിൻഡ്രോമിനും മെഡിക്കലി ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മൾ ടെസ്റ്റിൻ്റെ സൈസ് കുറച്ച് വലുതാക്കി അവിടെ നിന്ന് മൈക്രോ ടെസ്റ്റ് ചെയ്ത് സ്പേംസ് എടുത്ത് കുട്ടികളുണ്ടാക്കാൻ പറ്റും. ഒരുപാട് പറ്റില്ല, ഒരു 25-30% ആൾക്കാർക്ക് സ്പേംസ് എടുത്ത് കുട്ടികളുണ്ടാക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പലരുടെയും ഒരു ഡൗട്ടാണ്, ആണുങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഫീമെയിൽസിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കാണുന്നുണ്ട് IVF പോലത്തെ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്. അത് എന്തുകൊണ്ടാണ്? ആണുങ്ങൾക്ക് ട്രീറ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടെങ്കിലും യൂഷ്വലി ഫീമെയിൽസും ആണുങ്ങളും അത് കുറച്ച് മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. ഈ വീട്ടുകാരും എപ്പോഴും ഫീമെയിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു അവരെയാണ് കുറ്റപ്പെടുന്നത്. അതുകൊണ്ട് ആണുങ്ങളും അതൊരു കൂട്ട് നിൽക്കാറുണ്ട്. ചില വീടുകളിൽ മാത്രമേ ഇങ്ങനെ പ്രശ്നമില്ലാതെ വരുള്ളൂ. അതൊരു സോഷ്യലായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുന്നത്. പിന്നെ അതുപോലെ എപ്പോഴും രണ്ട് ഫീമെയിൽ എടുക്കും, അതാണെന്ന് തോന്നുന്നത്. ആണുങ്ങൾക്ക് എനിക്ക് വളരെ കേസുകൾ അറിയാം, ആണുങ്ങൾക്ക് സീറോ ഒബ്സെസ്പെർമിയാണ്, പ്രശ്നം ഉണ്ടെങ്കിൽ പോലും വീട്ടുകാർ ഫീമെയിലിൻ്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് അതിനെ കുറ്റപ്പെടുത്തി പ്രശ്നങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും ഈ വീട്ടിലറിയത്തില്ല, എൻ്റെ പ്രശ്നമാണെന്നാണ് വിചാരിക്കുന്നത് എന്നാണ് അവർ. അങ്ങനെ പറയുന്നവരുണ്ട്. ഞാൻ ഫീമെയിൽ ഒരു പ്രോബ്ലം ഇല്ല, ആണിന് കംപ്ലീറ്റ്ലി സീറോ ആണ്. അട്രോഫിക് ടെസ്റ്റ്, അതായത് ചെറിയ ടെസ്റ്റാണ്, ശരിയാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഫീമെയിൽ അത് ഫീമെയിൽ വളരെ സന്തോഷത്തോടെ തന്നെ ആ ഒരു കുറ്റം അവർ ഏറ്റെടുത്തതുപോലെയാണ് സംസാരിക്കുന്നത്. അതിനേതായാലും ഫീമെയിലിനെ നമ്മൾ സമ്മതിക്കണം. പല ഫീമെയിൽസ് അങ്ങനെ ചെയ്യാറുണ്ട്. ഐഡന്റിഫൈഡ് ഇൻഫെർട്ടിലിറ്റി പലർക്കും പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആ കേസിലൊക്കെ IVF സക്സസ്ഫുൾ ആവുമോ? അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി വെച്ചാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ് ബേസിക്കലി ഉള്ള സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിലാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് IUI, IVF ഒക്കെയാണ്. പിന്നെ മിക്കവാറും അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഇതൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത് ചുമ്മാ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പ്രഗ്നന്റ് ആയിട്ട് വരും. അതൊക്കെ ഒരു ഇതിഹാസമാണ്. പക്ഷേ അതിന് ട്രീറ്റ്മെന്റ് IVF ഫിക്സിങ് തന്നെയാണ്. IUI, IVF ഫിക്സ് ചെയ്യണം. ഇപ്പൊ എൻ്റെ ഒരു ചോദ്യം വന്നതാണ്, IUI ഞങ്ങൾ ചെയ്തു പക്ഷെ ആയില്ല, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? IUI ഒരു എത്ര പ്രാവശ്യം ചെയ്തു? 3-4 പ്രാവശ്യം ചെയ്യണം IUI. ഇതിന് ശരിയായാലും പിന്നെ IVF-ലോട്ട് തന്നെ പോകണം. ഒരു ലാപ്രോസ്കോപ്പി ചെയ്താണോ അല്ലേ? ലാപ്രോസ്കോപ്പി ചെയ്ത് ശരിയായാലും പിന്നെ IVF-ലോട്ട് പോകാനേ പറ്റുള്ളൂ. എന്താണ് കോമൺ കോസസ് ഓഫ് മിസ്കാരേജ്? എന്താണ് അത്? ഇപ്പം റിക്കറന്റ് മിസ്കാരേജ് തടയാൻ എന്തെല്ലാം ചെയ്യാൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും? കോമൺ കോസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. ഏറ്റവും കോമണസ്റ്റ് കോസ് ക്രോമോസോമൽ പ്രോബ്ലംസ് ഇൻ ദ എംബ്രിയോ, ഫീറ്റസ്. എംബ്രിയോയുടെ ക്രോമോസോമൽ പ്രോബ്ലംസ് ആണ് ഏറ്റവും കോമണസ്റ്റ് കാണുന്നത്. അത് പലപ്പോഴും നമ്മൾ അറിയത്തില്ല, ചിലപ്പോൾ നമ്മൾ അറിയാതെ പോർഷനെ പോകും. പിന്നെ വന്നത് മെറ്റബോളിക് കോസസ്, അതായത് തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ, ഡയബറ്റിസ്, പ്രൊലാക്റ്റിൻ, അങ്ങനെ ഹോർമോണൽ, പിന്നെ പോളിസിസ്റ്റിക് ഓവറി. ഇതൊക്കെ പോളിസിയുടെ പേര് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് പറയുന്നത്, രണ്ടാമത്തെ കോസ്. പിന്നെ ഇൻഫെക്ഷൻസ്, അണുബാധകൾ. ഒത്തിരി ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ അബോർഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ഈ കോഗുലേഷൻ ഡിസ്ഫങ്ഷൻ, കോഗുലേഷൻ ഫാക്ടേഴ്സ്, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ വരാം. പിന്നെ ഉള്ളത് യൂട്രൈൻ അനോമലീസ്, യൂട്രസ് എന്ന അനോമലീസ്, അതായത് സെപ്റ്റം, വലിയ ഫൈബ്രോയിഡ്, സെർവൈക്കൽ ഇൻകോംപിറ്റൻസ്. അതൊക്കെ യൂഷ്വലി സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്. അത് 3 മാസം കഴിഞ്ഞ് അതിനുശേഷം ലൈവായിട്ടുള്ള ബേബി ചിലപ്പോൾ അതൊക്കെ. പിന്നെ ഉള്ള അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് കോസസ് ഉണ്ട്, അത് നമുക്കറിയത്തില്ല. ഇമ്മ്യൂണോളജിക്കൽ കോസസ്, ഇമ്മ്യൂണോളജിക്കൽ കോസസിലാണ് ഈ ഒരുപാട് APL അതിലൊക്കെ വരുന്നത്. ആപ്ലാസ് സിൻഡ്രോം എന്ന് സ്മോൾ സൈസ് യൂട്രസ് അതൊരു പ്രശ്നമാണ്, അത് ട്രീറ്റബിൾ ആണോ?
ചിലർക്ക് സ്മോൾ സൈസ് യൂട്രസ് വരുമ്പോൾ ട്രീറ്റബിൾ ആണ്. ട്രീറ്റബിൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സ്മോൾ സൈസ് യൂട്രസ് ആണ്. ഇതേ സ്മോൾ ആണെങ്കിൽ പീരിയഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്യാവിറ്റി ഉണ്ട് നടത്താം. നമ്മൾ ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും സൈക്ലിക്കലായിട്ട് കുറച്ച് ഡോസ് കൂട്ടി 5-ാം മാസം കൊടുക്കുമ്പോൾ സൈസ് കുറച്ച് കൂടി വരും. അതിനുശേഷം നമുക്ക് പ്രഗ്നൻസി ആക്കാവുന്നതേ ഉള്ളൂ. ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പിന്നെ ചിലപ്പോൾ സ്മോൾ സൈസ് യൂട്രസും സ്മോൾ ഓവറീസും ആയിരിക്കും. അത് ചെയ്യണമെങ്കിൽ യൂഷ്വലി ഓവറീസ് സ്മോൾ ആണെങ്കിൽ മിക്കവാറും അവൻ്റെ ഓവുലേഷൻ ഡിസ്ഫങ്ഷൻ ആയിരിക്കും, ഓവറീസ് കുറവായിരിക്കും, മിക്കവാറും AMH വളരെ കുറവും FS കൂടുതലൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് യൂട്രസ് ഓക്കെ ആക്കിയതിന് ശേഷം അവർക്ക് IVF ചെയ്യുമ്പോൾ എഗ്ഗ് തന്നെ വെളിയിൽ നിന്ന് എടുക്കേണ്ടി വരും. കഴിഞ്ഞ പറയുന്ന ഡോണർ എഗ് എന്ന് പറയും. അപ്പം മിസ്കാരേജ് എംബ്രിയോ കൊണ്ടുള്ള മിസ്കാരേജ് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എംബ്രിയോയുടെ മിസ്കാരേജസ് തടയാനായിട്ട് ആക്ച്വലി ഇപ്പം നമ്മൾ ഒരു പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരേ മാർഗം PGS ആണ്. അതായത് IVF ചെയ്യുമ്പോൾ നമ്മൾ എംബ്രിയോ എടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് IVF എംബ്രിയോ ഉണ്ടായ ഉടനെ അതിന് എംബ്രിയോ ബയോപ്സി എന്ന് പറയും. ഒരു സെല്ലെടുത്ത് അതിൻ്റെ കാരോടൈപ്പിംഗ് ചെയ്യും. അതിനെ പരിശോധിച്ച് അതിൻ്റെ ക്രോമോസോമിൻ്റെ സ്റ്റഡി ചെയ്തതിന് ശേഷം ആ എംബ്രിയോ നല്ലതാണോ അല്ലയോ എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. അതിനുശേഷം നല്ല എംബ്രിയോസ് മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. നല്ല അല്ലാത്ത എംബ്രിയോസ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. അതാണ് PGS എന്ന് പറയുന്നത്. അതാണ് അക്സെപ്റ്റഡ് ട്രീറ്റ്മെൻറ്റ്. ഇവിടെ അതിന് ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. IVF ചെയ്താലും എക്ടോപിക് പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ടോ? ഒരു എക്ടോപിക് പ്രഗ്നൻസി സേവ് ചെയ്യാൻ പറ്റുമോ? IVF ചെയ്താൽ എക്ടോപിക് പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ട്. പല ആൾക്കാരുടെയും വിചാരം IVF ചെയ്ത് കഴിഞ്ഞാൽ എക്ടോപിക് പ്രഗ്നൻസി സാധ്യതയില്ല എന്നാണ്. ആക്ച്വലി നമ്മൾ എംബ്രിയോ ഇട്ട് കഴിഞ്ഞാലും ആ ട്യൂബ്സിലോട്ട് എംബ്രിയോ കയറാം. അത് ഫെയർലി കുറച്ച് കോമൺ ആണ്, തീരെ അൺകോമൺ അല്ല. സാധാരണ ഒരുപാട് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എക്ടോപിക് ആയി കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമുക്കൊന്നും സേവ് ചെയ്യാൻ പറ്റത്തില്ല. പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചൊക്കെ എന്ന് വെച്ചാൽ ഈ ട്യൂബ്സൊക്കെ ചിലർക്ക് നമ്മൾ ട്യൂബ് ഡീലിങ് ചെയ്യും. അതൊക്കെ നമ്മൾ ട്യൂബിലോട്ട് കയറത്തില്ല. എൻഡോമെട്രിയൽ സ്ക്രാച്ചിങ് ചെയ്യുന്നത് എക്ടോപിക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ഇംപ്ലാന്റേഷൻ കൂട്ടാൻ വേണ്ടിയാണ്. അതായത് എൻഡോമെട്രിയൽ സ്ക്രാച്ച് വെച്ചാൽ യൂട്രസിനകത്തുള്ള എൻഡോമെട്രിയം നമ്മളൊന്ന് ഡിസ്റ്റർബ് ചെയ്യും, സ്ക്രാച്ച് ചെയ്യും. അതിന് പറഞ്ഞാൽ മിനിമൽ ഇൻറ്റൻഷണൽ ഇഞ്ചുറി തിയറി. അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ സെൽ ഗ്രോത്ത് ഉണ്ടാവും, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നമ്മൾ യൂട്രസിനകത്ത് എൻഡോമെട്രിയത്തിൽ ഒരു ഇഞ്ചുറി, ഇൻറ്റൻഷണൽ ഇഞ്ചുറി ഉണ്ടാക്കും. അപ്പോൾ എന്ത് പറ്റും? അവിടെ സെൽ പ്രോളിഫറേഷൻ. ആ സമയത്ത് പ്രോളിഫറേഷൻ നടക്കുമ്പോൾ നമ്മൾ എംബ്രിയോ ഇടുമ്പോഴത്തേക്ക് ഇംപ്ലാന്റേഷൻ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ ബേസിക് തിയറി, കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രാച്ചിങ്ങും ചിലപ്പോൾ ഹിസ്റ്റോസ്കോപ്പി ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇംപ്ലാന്റേഷൻ റേറ്റ് കുറച്ച് കൂടുതൽ. ലാപ്രോസ്കോപ്പി ഹിസ്റ്റോസ്കോപ്പി ഒക്കെ എന്താണ് അതിന്റെ വ്യത്യാസം? എന്താണ് അത്? എപ്പോഴാണ് അത് വേണ്ടി വരുന്നത്? ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് അബ്ഡമനിൽ നമ്മൾ ഒരു സ്കോപ്പ്, ടെലിസ്കോപ്പ് ഇട്ടിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. ബേസിക്കലി അതൊരു ലാപ്രോസ്കോപ്പി ഹിസ്റ്റോസ്കോപ്പി നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യും. കാര്യം ഇൻഫെർട്ടിലിറ്റി ആകുമ്പോൾ യൂട്രസ് ആകുമ്പോൾ കൊണ്ടുവന്ന് സ്റ്റഡി ചെയ്യുന്നതാണ് ഹിസ്റ്റോസ്കോപ്പി. യൂട്രസിൻ്റെ അകം നമ്മൾ വജീന വഴി, യോനി വഴി, സെർവിക്സ് വഴി ഒരു ചെറിയ സ്കോപ്പ് എന്ന് വെച്ചാൽ ടെലിസ്കോപ്പ് അതിനകത്തിട്ട് യൂട്രസിനകത്തിട്ട് യൂട്രസിൻ്റെ ഉൾഭാഗം കാണുന്നതിനും അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നതിനുമാണ് എന്ത് പറയുക, ഹിസ്റ്റോസ്കോപ്പി. ലാപ്രോസ്കോപ്പി എന്ന് വെച്ചാൽ പൊക്കിൾ അംബിലിക്കസ് വഴി, യൂഷ്വലി അംബിലിക്കസ് വഴി നമ്മൾ ഒരു ടെലിസ്കോപ്പ്, കുറച്ച് വലിയ ടെലിസ്കോപ്പ് 5 mm ടെലിസ്കോപ്പ് ഒക്കെ ഇട്ടിട്ട് പെൽവിക് ഓർഗൻസ്, അബ്ഡോമൻ പെൽവിക് ഓർഗൻസ്, അതായത് യൂട്രസ്, ട്യൂബ്സ്, ഓവറി, അതൊക്കെ നോക്കിയിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറാണ്. പക്ഷേ നമ്മൾ ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് എവിടെ എന്താണോ പ്രശ്നം എന്ന് കണ്ടുപിടിച്ചാൽ അത് നമ്മൾ ആ സിറ്റിങ്ങിൽ തന്നെ അത് ക്ലിയർ ചെയ്യും. അതിപ്പോൾ അതൊരു തെറാപ്പറ്റിക് പ്രൊസീജിയറാണ്. ഫോർ എക്സാമ്പിൾ പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെങ്കിൽ അതിനെ ഡ്രിൽ ചെയ്യും, എൻഡോമെട്രിയസ് ഉണ്ടെങ്കിൽ അതിനെ കോവിലേറ്റ് ചെയ്യും, അഡീഷൻസ് ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യും. മനസ്സിലായില്ല? അപ്പോൾ ഏതൊക്കെ പ്രശ്നങ്ങൾ കാണുന്നു അത് ഇപ്പോൾ ഹിസ്റ്റോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ സെപ്റ്റം കണ്ടാൽ അതിന് സെപ്റ്റം ഇൻസൈസ് കട്ട് ചെയ്യും. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം തന്നെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ പ്രസക്തി. ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷനും ഒരു പവർഫുൾ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. അപ്പം ലാപ്രോസ്കോപ്പി ഹിസ്റ്റോസ്കോപ്പി ഒക്കെ ചെയ്താലുള്ള സക്സസ് കൂട്ടാൻ പറ്റുമോ? എന്താണ് അതിൻ്റെ ഒരു നല്ല സക്സസ് റേറ്റാണ് ഹിസ്റ്റോസ്കോപ്പി. കാര്യം മിക്ക കേസുകളിലും ഒരുവിധം 7 കൗണ്ടൊക്കെ നോർമലാണെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പിയും ഹിസ്റ്റോസ്കോപ്പിയും ചെയ്ത് കഴിയുമ്പോൾ നല്ല സക്സസ് റേറ്റ് കിട്ടാറുണ്ട്. ഇൻഫാക്ട് നമ്മൾ IVF-നെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് ലാപ്രോസ്കോപ്പിയും
സിസ്റ്റോസ്കോപ്പി ചെയ്യുമ്പോഴാണ് സക്സസ് കൂടുതൽ കിട്ടുന്നത്. പിന്നെ അതിൽ ഫെയിൽ ചെയ്യുന്നവർക്കാണ് പിന്നെ IVF പോകുന്നത്. അത് കാര്യം അപ്പോൾ അതെന്ന് വെച്ചാൽ പവർഫുൾ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി. പിന്നെ ഈ IUI പറ്റി പറയാം, അതിൻ്റെ സക്സസ് റേറ്റിനെ കുറിച്ചൊന്ന് പറയാം. IUI സക്സസ് റേറ്റ് ഒരുവിധം 25-30% ഉണ്ടാവും. 20 and 30% ഉണ്ടാവും യൂഷ്വലി. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പണ്ട് ഇപ്പോൾ സ്കാൻ ഗൈഡഡായിട്ട് ചെയ്തില്ല. ഇപ്പോൾ നമ്മൾ IUI ചെയ്യുന്നതും സ്കാൻ നോക്കി യൂട്രസിൽ നമ്മൾ ഇന്ന സ്പെസിഫിക് പോയിന്റാണ് ഇഞ്ചെക്ട് ചെയ്യുക. അത് കഴിയും അങ്ങനെ ചെയ്തപ്പോൾ റിസൾട്ട് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. 20-30% കൂടിയിട്ടുണ്ട്. സ്കാൻ ഇപ്പോൾ എല്ലാ IUI ചെയ്യുന്നതും സ്കാൻ നോക്കി ആ പോയിന്റ് കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. IUI നല്ല റിസൾട്ടാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം IUI ഒരു അത്ര എക്സ്പെൻസീവ് അല്ല, കുറച്ചുകൂടി സിമ്പിളറാണ്. ആൾക്കാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ദിവസം വരികയും വേണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം വന്ന് ചെയ്തിട്ട് പോയാൽ അത് വെച്ച് നോക്കുമ്പോൾ അതൊരു നല്ല ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. കാരണം ആദ്യം അതിൽ ഫെയിൽ ചെയ്യുന്നവർക്ക് നമ്മൾ പിന്നെ IVF-ലോട്ടൊക്കെ പോകേണ്ട കാര്യമുള്ളൂ, ICSI-ലോട്ടൊക്കെ പോകേണ്ടത്. യൂഷ്വലി നമ്മളൊരു 3 തവണ നോക്കും. 3 to 4 times IUI ചെയ്ത് ഫെയിൽ ആയിട്ടാണ് അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കുന്നത്. IUIയുടെ കോസ്റ്റ് ഇവിടെ നമുക്ക് ഇവിടുത്തെ എണ്ണം കുറച്ച് കൂടുതലുണ്ട്. ദിവസം 30-40 IUIs ഒക്കെ ചെയ്യുന്നുണ്ട്. മീഡിയം ബാക്കിയെല്ലാം നമുക്ക് കുറച്ച് കിട്ടും. അതുകൊണ്ട് അതിനുവേണ്ടി ഒരു ഏരിയ ഉണ്ട്, അതിനുവേണ്ടി സ്റ്റാഫുണ്ട്. ഇവിടെ IUIക്ക് നമ്മൾ 1000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ജസ്റ്റ് 1000 rupees for 1 IUI. ഇത് കൂടാതെ പേഷ്യൻറ്റിന് വന്ന ചിലവ് ഇഞ്ചക്ഷൻസും അത് ഇഞ്ചക്ഷൻസ് ഒരു 4 ഇഞ്ചക്ഷനെ സാധാരണ യൂഷ്വലി എടുക്കാറുള്ളൂ. ഒരു 500 രൂപയുടെ ഇഞ്ചക്ഷൻ 4 ഇഞ്ചക്ഷൻ എടുക്കും. പിന്നെ ഒരു സ്കാനിന് 500 രൂപ ഉണ്ടാവും. അത്രയേ ആവുള്ളൂ. എല്ലാം കൂടെ ഒരു 3000-4000 രൂപ IUIക്ക് ആവുള്ളൂ. അതാണ്. അതുകൊണ്ട് തന്നെ IUI 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ IUI 2-3 പ്രാവശ്യം ചെയ്യാൻ പറയും. ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. എപ്പോഴാണ് ഒരു പേഷ്യൻറ്റിന് IVF വേണമെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്? അത് ICSI പറ്റിയും കൂടെ ഒന്ന് പറയുന്നു. നമ്മൾ IUI ചെയ്ത യൂഷ്വൽ മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫെയിൽ ചെയ്യുമ്പോഴാണ് അടുത്ത IVF ICSI-യോട് പറയുന്നത്. ഇപ്പോൾ IVF-ഉം ICSI-യും തമ്മിൽ വ്യത്യാസം, IVF എന്ന് വെച്ചാൽ നമ്മൾ എഗ്ഗും സ്പേമും എടുത്ത് ഇൻക്യുബേറ്റ് ചെയ്ത് സ്വമേധയാ എംബ്രിയോ ഉണ്ടാക്കി ആ എംബ്രിയോ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് IVF എന്ന് പറയുന്നത്. അതിന് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം IVF ആണ്. പിന്നെയാണ് അത് ICSI കണ്ടുപിടിച്ചതും. ICSI എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ എഗ്ഗിനകത്തും ഒരു സ്പേമിനെടുത്ത് ഇഞ്ചെക്ട് ചെയ്യും. അതിനാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഫെർട്ടിലൈസേഷൻ റേറ്റ് കുറച്ച് കൂടുതലാണ്. എംബ്രിയോ ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അങ്ങനെയാണ് ICSI വന്നത്. ഇപ്പോൾ യൂഷ്വലി മിക്ക സ്ഥലങ്ങളിലും ICSI ആണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷേ എന്നാൽ ചില സ്ഥലങ്ങളിലും ഇവിടെയും നമ്മൾ IVF ചില സ്ഥലങ്ങളിൽ ചില സമയത്ത് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ PCO പോളിസിസ്റ്റിക് ഓവറി കൂടുതൽ എഗ്ഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പകുതി ICSI-യും പകുതിയും IVF ചെയ്യാറുണ്ട്. അതിന് കുറച്ച് അതിൻ്റെ സയൻറ്റിഫിക് റീസൺസ് ഉണ്ട്. അതാണ് IVF ICSI നമ്മുടെ വ്യത്യാസം. പിന്നെ ചില സമയത്ത് സെമിൻ്റെ കൗണ്ട് ഇല്ല, അങ്ങനെയാണെങ്കിൽ PCI ചെയ്ത് ഡയറക്റ്റ് ICSI ചെയ്യേണ്ടി വരും. സെമിൻ്റെ കൗണ്ട് വളരെ കുറവാണ്, അതിനും നമുക്ക് ICSI ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സിവിയർ എൻഡോമെട്രിയോസ് ആണ്, നമുക്കറിയാം, അതിനും നമുക്ക് ICSI ഡയറക്റ്റ് ചെയ്യേണ്ടി വരും. ബൈലാറ്ററൽ ട്യൂബൽ ബ്ലോക്കാണ്, നമുക്ക് ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് ICSI കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമുക്ക് ഡയറക്റ്റായിട്ട് ICSI-ലോട്ട് പോകുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയോസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് IVF ചെയ്താൽ അത് സക്സസ് ആവുമോ? അതിന് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ IVF സക്സസ് ആവാം. പക്ഷേ IVF ചെയ്യണമെന്നില്ല. നമ്മൾ കൂടുതലും ലാപ്രോസ്കോപ്പി ചെയ്ത എൻഡോമെട്രിയോസിസ് നമുക്ക് ക്ലിയർ ചെയ്തതിനു ശേഷം തന്നെ ട്രൈ ചെയ്യാനാണ് പതിവ്. ശരിയായില്ലെങ്കിൽ മാത്രം അടുത്ത IVF-ലോട്ട് പോയാൽ മതി. എന്താണ് IVF-നുള്ള പ്രീ ടെസ്റ്റുകളൊക്കെ എന്തെല്ലാമാണ്? ഒരു ഹസ്ബൻഡ്സ് വിദേശത്തുള്ളവർക്ക് ഉള്ള സ്ത്രീകൾക്ക് നേരത്തെ വന്ന് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് പ്ലാൻ എന്താണ്? അതെ, അത് നല്ല ദിവസം കാര്യം ആൾക്കാർ വെച്ച് ഉപയോഗപ്പെടുന്നു. കാര്യം കൂടുതൽ ആൾക്കാരും വൈഫോടെയും ഹസ്ബൻഡ് വെളിയിലൊക്കെ അയക്കുമ്പോൾ IVF ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഒരു സെവൻ്റെ റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. കാര്യം ഹസ്ബൻഡിന് 7-0 ആണെങ്കിൽ പിന്നെ നമുക്ക് അതിന് ട്രീറ്റ് ചെയ്തിട്ട് വേണം പിന്നെ പ്രൊസീഡ് ചെയ്യാൻ. ഹസ്ബൻഡിന് 7 കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് IVF പ്രിപ്പയർ ചെയ്യും. അവരൊന്ന് IVF-ന് റെഡി ആണെങ്കിൽ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ IVF പ്രിപ്പയർ ചെയ്യും. അപ്പോൾ IVF പ്രിപ്പയർ വെച്ചാൽ ബേസിക്കലി നമ്മൾ ഒരു അൾട്രാസൗണ്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ബേസിക് ടെസ്റ്റ്, അതായത് തൈറോയിഡ്, പ്രൊലാക്റ്റിൻ, ഷുഗർ ലെവല്, AMH, ഇതാണ് ബേസിക് ആയിട്ട് ടെസ്റ്റുകൾ. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് റെഡി കിട്ടും. ഇത് വെച്ച് നമ്മൾ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഇപ്പോൾ ഇറഗുലർ പീരിയഡ്സ് ആണെങ്കിൽ പീരിയഡ്സ് ഇറഗുലർ ആക്കി മെൻസിൻ്റെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഡേ ചിലപ്പോൾ ഹസ്ബൻഡ് ചിലപ്പോൾ 2-3 ദിവസം ലീവ് കിട്ടുകയാണെങ്കിൽ പോലും നമ്മൾ വരാൻ പറയും. സെക്കൻഡ് ഡേ നമ്മൾ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത്
ട്രിഗർ കൊടുക്കുന്ന വെച്ചാൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ എഗ്ഗെല്ലാം നല്ല സൈസായി കഴിഞ്ഞാൽ നമ്മൾ SCG അല്ലെങ്കിൽ ലിപ്രൈഡ് ഇഞ്ചക്ഷൻ കൊടുത്ത് നമ്മൾ ട്രിഗർ ചെയ്യും. ട്രിഗർ എന്ന് വെച്ചാൽ നമ്മൾ ഫൈനൽ മെച്ചുറേഷൻ വേണ്ടി ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ട്രിഗർ ചെയ്താൽ മറ്റന്നാൾ രാവിലെ ആയിരിക്കും പിക്കപ്പ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് മറ്റന്നാൾ രാവിലെ ഇവിടെ എത്തണം, ആ രീതിയിലാണ് പറയുന്നത്. അതനുസരിച്ച് ഒരു ടൈം ചെയ്ത് വേണം. അപ്പോൾ വെളിയിലുള്ളവർക്ക് IVF ചെയ്യാനായിട്ട് ഇങ്ങനെ രീതിയിൽ ടൈം ചെയ്താൽ അത് ഒരു കുഴപ്പമില്ല, സക്സസ് സെയിം തന്നെയായിരിക്കും. നമ്മുടെ ഹസ്ബൻഡ് വരുന്ന സമയം ബാക്കിയെല്ലാം അതുപോലെയല്ലേ, ടൈം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇല്ലെങ്കിൽ പോലും എന്തൊക്കെ ഹോർമോൺ ടെസ്റ്റ് ആണ് IVF വേണ്ടി വരുന്നത്, അതിന്റെയൊക്കെ എന്താണ്, എങ്ങനെയാണ് അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഹോർമോൺ ടെസ്റ്റ് നമ്മൾ ബേസിക്കലി ടെസ്റ്റുകൾ ചെയ്യും, ഹീമോഗ്ലോബിൻ ടെസ്റ്റുകൾ ചെയ്യും. കാര്യം ഹൈവേ സമയത്ത് പിക്കപ്പിന് മെസ്സേജ് കൊടുക്കണം. പിന്നെ വേറെ ഇൻഫെക്ഷൻസും ഇല്ലാതെ ഹെപ്പറ്റൈറ്റിസും അതൊക്കെ ഇല്ലെന്ന് നമുക്ക് പറയാണ്ട് ആ ടെസ്റ്റുകളും ചെയ്യും. പിന്നെ ഹോർമോൺസ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ തൈറോയിഡും പ്രൊലാക്റ്റിനും ഷുഗറും ഇതെല്ലാം ഇൻഫെർട്ടിലിറ്റി ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്. തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ എഗ്ഗിൻ്റെ മെച്ചുറേഷനും ഓവുലേഷനൊക്കെ പ്രൊലാക്റ്റിൻ ഡെഫിനറ്റ്ലി എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ ഓവുലേഷൻ ഉണ്ടാക്കത്തോലുമില്ല. പിന്നെ ഷുഗർ എന്ന് വെച്ചാൽ ഷുഗർ നമുക്ക് റുട്ടീൻ പ്രോസസ്സുണ്ട്. കാര്യം ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ കുട്ടികൾക്ക് ഈ കുഞ്ഞിനൊക്കെ ഉള്ള അനോമലിസ് ഉണ്ടാവാൻ പോസിബിലിറ്റി കൂടുതലുണ്ട്. പിന്നെ അനുസരിച്ച് കൊടുക്കുമ്പോൾ ഷുഗർ അബ്നോമലിറ്റി ഉണ്ടെങ്കിൽ പറ്റില്ലല്ലോ. പിന്നെ AMH ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ്. അത് എഗ്ഗിൻ്റെ ക്വാളിറ്റി, എഗ്ഗിൻ്റെ റിസർവ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ AMH 2-നും 4-നും ഇടയ്ക്കൊക്കെയാണ് 1.5 to 4 ആണെങ്കിൽ നല്ലതാണ്. അതിനർത്ഥം നമുക്ക് അടിക്കടി എക്സ് ഉണ്ട്. പലരും എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ 0.3 ആണ്, 0.5 ആണ്, അതൊക്കെ കുറവാണ്. പക്ഷേ 0.5-ഉം 3 എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ആവാതിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒത്തിരിയും ആൾക്കാർക്ക് 0.5, 3 തനിയെ സ്വമേധയാ വന്ന് എഗ്ഗ് ഉണ്ടായി പ്രഗ്നൻസി ആവാറുണ്ട്. ഇതിലൊക്കെ നമ്മുടെ ഏജാണ് കുറച്ചുകൂടെ ഡിപ്പെൻഡൻറ്റ്. ഇപ്പം നമുക്കൊരു 25 വയസ്സുള്ള സ്ത്രീക്ക് 0.5 1 നമുക്ക് AMH ഉണ്ടെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ കാണുന്നില്ല. പലപ്പോഴും പ്രഗ്നൻ്റ് ആവാറുണ്ട്. ഏജും കൂടെ ഹൈ ആണെങ്കിൽ ചിലപ്പോൾ അതിനൊരു പ്രോബ്ലം കാണാൻ സാധ്യതയുണ്ട്. ഇന്നൊരു ചോദ്യം, 26 വയസ്സുണ്ട്, എനിക്ക് 5.2 ആണ് AMH, അത് കൂടുതലാണോ? അങ്ങനെ ഒരു സാഹചര്യം വരുമോ? ഫസ്റ്റ് ഓഫ് ഓൾ AMH-ന് 2 യൂണിറ്റ് ഉണ്ട്, പൈക്കോഗ്രാംസും ഉണ്ട്, നാനോഗ്രാംസും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ യൂഷ്വലി ഇപ്പോൾ എല്ലാം നാനോഗ്രാംസാണ് പറയുന്നത്. അപ്പോൾ ഈ ആ നാനോഗ്രാംസ് പറയുമ്പോഴാണ് 1.5 to 2 ആണ്. 1.5 to 4 വരെ കുഴപ്പമില്ല. ഈ AMH കൂടിക്കഴിഞ്ഞാൽ അത് പോളിസിസ്റ്റിക് ഓവറിയുടെ ഒരു ഫീച്ചറാണ്. അപ്പോൾ 5 ഉണ്ടെങ്കിൽ കുറച്ച് പോളിസിസ്റ്റിക് ഫീച്ചർ ഉണ്ടാവും മിക്കവാറും. അടുത്തതൊരു മിത്ത് ബസ്റ്റ് ചെയ്യാനാണ്. അതായത് എല്ലാവരും IVF എന്ന് കേൾക്കുമ്പോൾ തന്നെ ബന്ധുക്കൾ സഹിതം പറയുന്നത് നിങ്ങളുടെ കുഞ്ഞായിരിക്കത്തില്ല. അപ്പം ഈവൻ പേഷ്യൻസിന്റെ പോലെ ആ ഡൗട്ടാണ് എപ്പോഴും. അതുകൊണ്ടാണ് പലരും IVF-ന് മടിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വേറെ നിവൃത്തിയില്ലെന്ന് കാണുമ്പോഴാണ് IVF-ന് ആൾക്കാർ വരുന്നത്. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമോ?